ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ദീപക് തെറ്റ് ചെയ്തോ അതോ ഷിംജിത തെറ്റ് ചെയ്തോ എന്നതാണ്. ഞാൻ ഷിംജിതയെയോ ദീപക്കിനെയോ അനുകൂലിക്കുന്നില്ല. എന്നാൽ ഷിംജിത ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് പിന്നാലെയാണ് ദീപക്കിനെ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത്. അത് നമ്മുടെ നിയമത്തിലെ ലൂപ്പ് ഹോളാണ് കാണിച്ചിരിക്കുന്നത്. UAE നിയമപ്രകാരം ഒരാളുടെ അനുവാദം കൂടാതെ അയാളുടെ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ പാടില്ല എന്നാണ്. അങ്ങനെ ചെയ്താൽ UAE നിയമം അയാളെ ശിക്ഷിക്കുകയും വലിയ ഒരു തുക ഫൈനായിട്ട് കൊടുക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ ഒരു നിയമം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ ഇതുപോലുള്ള ആത്മഹത്യകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എന്തെങ്കിലും ഒരാൾ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ, ലൈംഗിക അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾ അപ്പോൾ തന്നെ പ്രതികരണ ശേഷി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. താങ്കൾക്ക് ആർക്കെതിരെയാണോ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് അയാൾ പ്രതികരിക്കുകയോ അയാൾക്ക് പ്രതികരിക്കാൻ സാധിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞ് അയാളോട് പ്രതികരിക്കാൻ പറയുകയോ ചെയ്യാം. അല്ലെങ്കിൽ വേറെ പോലീസിനെയോ മറ്റു അധികാരികളെയോ അറിയിക്കുകയോ ചെയ്യാം. അല്ലാതെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇട്ടാൽ ബാക്കിയുള്ളവരെ മാനസികമായി ബാധിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യും. നമ്മുടെ ഇന്ത്യൻ നിയമം കുറച്ചുകൂടി ശക്തമായി മാറേണ്ടിയിരിക്കുന്ന സമയമാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നമുക്ക് തപ്പിയാൽ കിട്ടും. അപ്പോൾ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമാണ്. നന്ദി. ശുഭദിനം.